നെല്ലും പൊതിരിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. കേരളത്തിൽ വന്യമൃഗങ്ങൾ കാടിറങ്ങി നാട്ടിൽ താണ്ഡവം തുടങ്ങിയിട്ട് നാളുകളായി, അല്ല വർഷങ്ങളായി. വനം വകുപ്പ് അതിൻ്റെ പേരിൽ ആവശ്യത്തിലധികം പഴികേൽക്കുന്നു. അതിൻ്റെ വസ്തുതയിലേക്ക് നമുക്കൊന്ന് പോകാം. വന്യമൃഗ ശല്യത്തിൽ നിന്ന് അതിർത്തിയിൽ താമസിക്കുന്നവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വനം വകുപ്പ് ചില്ലറ തുകയൊന്നുമല്ല ചെലവാക്കുന്നത്. എന്നിട്ടും ഒന്നും ഫലം കാണുന്നില്ല എന്ന വസ്തുത നമുക്കെല്ലാം അറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതാണ് നാം പഠിക്കേണ്ടത്. എന്തുകൊണ്ടാണ് മാംസഭോജികളായ വന്യമൃഗങ്ങൾ ഇര തേടാനായി നാട്ടിലിറങ്ങുന്നത്? അതായത് കാട്ടിൽ സ്വന്തമായി ഇരപിടിക്കാൻ കഴിയാത്തവ, അതായത് പ്രായാധിക്യമോ അപകടമോ സംഭവിച്ച് പല്ലോ നഖമോ പോയവരോ കൈകാലുകൾക്ക് പരിക്കേറ്റവയോ ആയിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അത് ശരിയാണെന്ന് നാട്ടിലിറങ്ങിയ വന്യമൃഗങ്ങളെ പിടിച്ചപ്പോൾ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ കാട്ടാനക്കൂട്ടങ്ങൾ നാട്ടിലിറങ്ങി വീടും കൃഷിയിടങ്ങളും നശിപ്പിച്ചിട്ടും കാരണം കണ്ടെത്താനാകാതെ കുറേ പണം വാരിക്കോരി ചെലവാക്കാനല്ലാതെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാനും പഠിക്കാനും ഇതുവരെ വനം വകുപ്പ് തയ്യാറാകാഞ്ഞിട്ടാണോ എന്നാൽ അറിയില്ല. മനഃപൂർവ്വം പഠിക്കാഞ്ഞിട്ടാണോ എന്നും അറിയില്ല. മനുഷ്യൻ നാട്ടിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഭക്ഷണവും വെള്ളവും ആണ്. അതുപോലെ തന്നെയാണ് മൃഗങ്ങൾക്ക് കാട്ടിലും. ഓരോ മൃഗങ്ങൾക്കും ആവശ്യമായ രീതിയിലുള്ള ഭക്ഷണത്തിനും വെള്ളത്തിനുമുള്ള സൗകര്യം കാട്ടിൽ ഒരുക്കണം. വെറുതെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയല്ല വേണ്ടത്. പുല്ലും മുളയും പ്ലാവും മാവും അങ്ങനെ മൃഗങ്ങൾക്ക് ആവശ്യമായ ആവാസ വ്യവസ്ഥ കാട്ടിലൊരുക്കണം. കുളിക്കാനും കുടിക്കാനും കാട്ടിലും വേണം വെള്ളം. അത് തിന്ന് ചക്കക്കൊമ്പനും പടയപ്പയും മുറിവാലനും എല്ലാം കാട്ടിൽ തന്നെ മതിച്ചു ജീവിക്കാം. പുല്ലും വെള്ളവും ഒക്കെ തിന്നും കുടിച്ചും മാനും മയിലും കാട്ടുപന്നിയും കാട്ടുപോത്തും ഒക്കെ കാട്ടിൽ സ്വൈര്യമായി ജീവിക്കും. ഇവയൊക്കെ തിന്ന് കടുവയും പുലിയും ചെന്നായ്ക്കളുമൊക്കെ കാടിനകത്ത് വസിക്കും. അതോടെ ഇവയ്ക്കൊന്നും നാട്ടിലെ ഇറങ്ങി ആഹാരം തേടേണ്ട അവസ്ഥ ഉണ്ടാകില്ല. അല്ലാതെ ലക്ഷങ്ങൾ മുടക്കി ഫെൻസിങ്ങും വൈദ്യുതി വേലികളും നിർമ്മിച്ചാൽ ഇതിനൊന്നും ഒരു പരിഹാരമാവില്ല. ഇതൊരു ധൂർത്തും പേരുദോഷവും ഉണ്ടാക്കി കഴിയുമെന്നല്ലാതെ ഒരു ഗുണവും നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഖജനാവ് കാലിയാക്കി കുറേ കാട്ടുകള്ളന്മാർക്കും അനുചരന്മാർക്കും കീശ ഈർപ്പിക്കാം എന്നല്ലാതെ പ്രശ്നത്തിന് ഒരിക്കലും പരിഹാരമുണ്ടാവില്ല. പണ്ട് പാത്രം മറിഞ്ഞ് ദാനം ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് അതിനനുസരിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാവുകയുള്ളൂ. സമീപഭാവിയിൽ വിദേശ രാജ്യങ്ങളെ പോലെ നമ്മുടെ നാട്ടിലും ഇത് നടപ്പാക്കുമെന്ന് പ്രത്യാശിക്കാം. +2 പഠനം കഴിഞ്ഞില്ലേ? ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട്. ചെറുപുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്. 2 വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും. ആഴ്ചയിൽ 500 രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി. പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമുണ്ട്. ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ്, കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി. അഡ്മിഷൻ ഉറപ്പാക്കൂ. 1/4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550 9446007032 9847813409. ലാൻഡ് ഫോൺ 04985 200 228. ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്.